ഹലോ മക്കളെ, എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളുടെ നീറ്റിന്റെ റിസൾട്ട്, അതായത് നിങ്ങളുടെ നീറ്റിന്റെ സ്കോർ കാർഡ് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ സ്കോർ കാർഡ് നിങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് വേറെ എവിടെ സൈറ്റുകൾ നോക്കി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരുപാട് സൈറ്റിൽ നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡയറക്റ്റ് അവിടെ ആക്സസ് കിട്ടുന്നില്ല എന്നറിഞ്ഞു. അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഈ കാണാൻ കഴിയുന്ന പോലെ നമ്മുടെ ചാനലിന്റെ കമ്മ്യൂണിറ്റി ടാബിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ സൈറ്റിൽ ഓപ്പൺ ആവുകയും അവിടെ നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്താൽ മതിയാവും. അതേപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും കൊടുത്തിട്ട് നിങ്ങളുടെ സ്കോർ കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, അപ്പോൾ സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക, നിങ്ങളുടെ QR കോഡും അതേപോലെ നിങ്ങളുടെ ഫോട്ടോയും മറ്റും അതിൽ വിസിബിൾ ആണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കാം. അതല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടെ റീ എൻറ്റർ ചെയ്താൽ മതിയാവും, റീസബ്മിറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇനിഷ്യൽ അനാലിസിസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് കുട്ടികൾക്ക് നമ്മൾ പ്രതീക്ഷിച്ചതിൽ നിന്നും 4 തൊട്ട് 8 മാർക്ക് വരെ കൂടുതൽ കിട്ടിയിട്ടുള്ള ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾക്ക് ഈ പ്രാവശ്യത്തെ റിസൾട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ മികച്ച ഒരു റിസൾട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ നമ്മൾ 650 ആണ് നമ്മൾ തുടക്കത്തിലെ കട്ട് ഓഫ് പറഞ്ഞിരുന്നത് അല്ലേ. നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ എക്സാം കഴിഞ്ഞപ്പോഴുള്ള ഒരു അനാലിസിസ് വെച്ചിട്ടാണ് നമ്മൾ 650 ആണ് കട്ട് ഓഫ് പറഞ്ഞിരുന്നത്. അത് തികച്ചും അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ പ്രാവശ്യം കാണാൻ കഴിയുന്നതാണ്. അതായത് 650യുടെ മുകളിലായിരിക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്ത് ചെയ്യുന്നത്, സീറ്റ് കിട്ടാൻ കഴിയുന്നത്. അതായത് 650 കിട്ടിയ ഒരു കുട്ടിയുടെ ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് 28,000 സംതിങ് ആണ്. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. കേരളത്തിൽ വരുമ്പോൾ നമുക്ക് ഒരുപാട് റിസർവേഷൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പം അതിൻ്റെയും ചെറിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമുക്കുള്ള ആ ഒരു പ്രതീക്ഷ എന്ന് വെച്ചാൽ, ഒരുപാട് കോളേജസിൽ എന്ത് ചെയ്യുന്നുണ്ട്, സീറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സീറ്റ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വീണ്ടും കുറച്ചുകൂടെ കുട്ടികൾക്ക് സീറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ബാക്കി കിട്ടാത്ത കുട്ടികൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴേ നിങ്ങൾ സ്കോർ കണ്ടിട്ട് ഓൾമോസ്റ്റ് ഒരു അവസ്ഥയിലായിരിക്കും നിൽക്കുന്നത് എനിക്കറിയാം. ഒരുപാട് കുട്ടികൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വിഷമിക്കാതിരിക്കുക. ഈ പ്രാവശ്യത്തെ എക്സാം ഒരുപാട് ഈസി ആയിരുന്നു അല്ലേ, നിങ്ങൾക്ക് എഴുതിയത് നിങ്ങൾക്ക് അറിയാം. എക്സാം ഈസി ആയിരുന്നു. അതേപോലെ തന്നെ പ്രിപ്പയർ ചെയ്ത കുട്ടികളും അതനുസരിച്ച് നല്ലോണം പ്രിപ്പയർ ചെയ്തത് കൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്തത്, ഇത്ര നല്ലൊരു മികച്ച പെർഫോമൻസ് കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഓക്കെ, 700 മുകളിൽ തന്നെ ഒരുപാട് കുട്ടികളുള്ള കാര്യം നിങ്ങൾ ഈ പ്രാവശ്യം അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞ് ഇനി കിട്ടത്തില്ല എന്ന് നിങ്ങൾക്ക് ഒരു തീരുമാനമായിട്ടുണ്ടെങ്കിൽ, ഒരു ഉറപ്പ് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എടുത്തു തുടങ്ങും. ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഫെഡപ്പ് ആവാൻ പാടില്ല. അതായത് ഒരു വർഷം മൊത്തം കാത്തിരുന്നു, കിട്ടിയില്ല, ഇത്രയും നല്ല അതായത് 630 640 മാർക്ക് എടുത്തിട്ടും നമുക്ക് കിട്ടാത്ത ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ, ആ കുട്ടികൾ ഉടനെ ഗിവ് അപ്പ് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. അതായത് 640 വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്, എങ്കിലും 650 സേഫ് സോൺ എന്ന് പറയുകയാണ്. ബാക്കി 640 630 600 പ്ലസ് ഉള്ള കുട്ടികൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. അതേപോലെ നിങ്ങൾ എല്ലാ ആപ്ലിക്കേഷൻ, അതായത് എല്ലാ കൗൺസിലിംഗ് നിങ്ങൾ പങ്കെടുക്കുക. നെക്സ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് അടുത്ത വർഷത്തേക്കുള്ള നീറ്റ് 2025 വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഓക്കെ, നിങ്ങൾ പഠിച്ചതിൻ്റെ കുഴപ്പം കൊണ്ടോ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോയത് കൊണ്ടോ ഒന്നും അല്ല നിങ്ങൾക്ക് ഈ പ്രാവശ്യം അഡ്മിഷൻ കിട്ടാത്തത്. മറിച്ച് എന്തുകൊണ്ടാണ്, ഒരുപാട് കുട്ടികൾ നിങ്ങളെക്കാട്ടും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കുട്ടികൾ നിങ്ങളുടെ മുമ്പിൽ ഉള്ളത് കൊണ്ടാണ്. അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അത്ര നിങ്ങൾ എഫേർട്ട് കുറച്ചും കൂടി, നിങ്ങളത് കഴിഞ്ഞ വർഷം എടുത്തതിനെക്കാട്ടും കുറച്ചും കൂടുതൽ എഫേർട്ട് എന്ത് ചെയ്യുക, കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 700 മുകളിൽ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയുള്ള പൊട്ടൻഷ്യൽ നിങ്ങൾക്കുണ്ട്. അതില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്തില്ല, 600 മുകളിൽ വരത്തില്ല. ബാക്കി അതിനെക്കാട്ടും കുറഞ്ഞ കുട്ടികളാണെങ്കിലോ 400 300 500 റേഞ്ചിൽ വരുന്ന കുട്ടികളൊക്കെ ഉണ്ട്, 200 റേഞ്ചിൽ വരുന്ന കുട്ടികളും ഉണ്ട്. അപ്പോൾ ഈ 200 റേഞ്ചിൽ വരുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കും എന്ത് ചെയ്തിട്ടില്ല, നിങ്ങളുടെ അവസരം നഷ്ടപ്പെട്ടിട്ടില്ല. ഇനി ഒരു വർഷം കൂടെ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഈ ഒരു വർഷം, അതായത് നെക്സ്റ്റ് മെയിലായിരിക്കും എക്സാം നടക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കോൺസെപ്റ്റ്സ് ബിൽഡ് ചെയ്യുക, നിങ്ങളുടെ ബേസ് ബിൽഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പം തന്നെ നിങ്ങൾക്ക് എന്താ ഒരു ധാരണ ഉണ്ട്, നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾക്ക് പിഴച്ചത്, എവിടെയാണ് നിങ്ങൾക്ക് തെറ്റിപ്പോയത്, നിങ്ങൾ എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും അല്ലേ. അപ്പം ആ ഐഡിയ ഇപ്പം തന്നെ നിലനിർത്തിക്കൊണ്ട്, ഇപ്പം നിങ്ങൾ ഈ ട്രാക്കിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ, അതായത് എക്സാം കഴിഞ്ഞ് ഇനിയിപ്പം അടുത്ത എക്സാമിന് സമയമില്ല, കുറച്ചും കൂടെ റിലാക്സ് ആയിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ട്രാക്ക് നിങ്ങൾ നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ഫുൾ ടൈം ഇരുന്ന് പഠിക്കണമെന്ന് ഞാൻ പറയുന്നത്, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു കണ്ടിന്യൂഷൻ കളയാതെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ടൈം ഇൻക്രീസ് ചെയ്ത് വന്നാൽ മതിയാവും. പക്ഷേ ആ ട്രാക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ വിടാതിരിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ എക്സാമിൻ്റെ നമ്മുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യത്തിൽ, സ്കോർ കാർഡിൽ വന്നപ്പോൾ അതിൽ പുതിയൊരു കാര്യം കൂടെ കണ്ടത്, പെർസെൻറ്റൈൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ആണല്ലേ. അപ്പോൾ ഈ പെർസെൻറ്റൈൽ കൊടുത്തിരിക്കുന്നത് ശരിക്കും അത് പെർസെൻറ്റേജ് അല്ല ഉദ്ദേശിക്കുന്നത്. പെർസെൻറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് മറ്റുള്ള കുട്ടികളിൽ നിന്ന് നിങ്ങളുടെ സ്ഥാനം എത്രയാണ്, അതായത് 99% ഉള്ള കുട്ടിയാന്ന് വെച്ചാൽ ബാക്കി 99% കുട്ടികൾ, അതായത് 99% കുട്ടികളിൽ നിന്നും
നിങ്ങളുടെ റാങ്ക് അവരിനെക്കാട്ടും മുകളിലാണ്, അതായത് 99% കുട്ടികൾ നിങ്ങളുടെ താഴെയാണെന്നാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു നമ്പർ സൂചിപ്പിക്കുന്നത്. അപ്പം അതനുസരിച്ച് നിങ്ങളുടെ പൊസിഷൻ എവിടെയാണെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാവും. അപ്പോൾ സ്കോർ കാർഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കാൻ. നിങ്ങളുടെ ഫർദർ ആയിട്ടുള്ള എല്ലാ പ്രോസസ്സിനും നിങ്ങൾക്ക് സ്കോർ കാർഡ് ആവശ്യം വരും. ഇത്രയൊക്കെ പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.